ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് പ്രത്യേക അന്വേഷണ സംഘം കൂടുതൽ നിയമ നടപടികളിലേക്ക് കടക്കുകയാണ്. പ്രായപൂർത്തിയാകാത്തവർക്കെതിരെയുള്ള പീഡന വെളിപ്പെടുത്തലിൽ കേസെടുക്കാനാണ് തീരുമാനം. വെളിപ്പെടുത്തലുണ്ടായ സ്ഥിതിക്ക് വീണ്ടും മൊഴിയെടുക്കാതെ നേരിട്ട് കേസെടുക്കും. അതായത് സ്വമേധയാ കേസ് രജിസ്റ്റർ ചെയ്യും. കുട്ടികളെ ചൂഷണത്തിനിരയാക്കിയെന്ന മൊഴികളിൽ ബന്ധപ്പെട്ട പോലീസ് സ്റ്റേഷനുകളിൽ കേസ് രജിസ്റ്റർ ചെയ്യാൻ നിർദ്ദേശിക്കും. ഇതുമായി ബന്ധപ്പെട്ട് ഇനി വീണ്ടും മൊഴിയെടുക്കില്ല. കമ്മിറ്റി നൽകിയ മറ്റ് 20ഓളം മറ്റു മൊഴികൾ ഗുരുതര സ്വഭാവത്തിലുള്ളതാണെന്നും കണ്ടെത്തിയിട്ടുണ്ട്. കേസിന് സാധ്യതയുള്ള മൊഴി നൽകിയവരുടെ പട്ടിക തയ്യാറാക്കി അന്വേഷണ സംഘം മേധാവിക്ക് കൈമാറിയിട്ടുണ്ട്. അവരിൽ നിന്ന് IPS ഉദ്യോഗസ്ഥർ തന്നെ വീണ്ടും മൊഴി ശേഖരിക്കും. നിയമ നടപടിയുമായി മുന്നോട്ടു പോകാൻ അവർ തയ്യാറായാൽ കേസ് രജിസ്റ്റർ ചെയ്യാനുള്ള പ്രവർത്തനങ്ങൾ നടത്തും. യഥാർത്ഥ റിപ്പോർട്ടിന് 3896 പേജുകളുണ്ട്. പൂർണ്ണമായ പേരും മേൽവിലാസവും വെളിപ്പെടുത്താത്തവരെ കണ്ടെത്താൻ സാംസ്കാരിക വകുപ്പിന്റെയോ റിപ്പോർട്ട് തയ്യാറാക്കിയ ഹേമ കമ്മിറ്റി അംഗങ്ങളുടെയോ സഹായം തേടും. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന മൊഴികൾ അന്വേഷണ സംഘത്തിലെ അംഗങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. ഇതിന്റെ പകർപ്പെടുക്കാൻ അനുവാദമില്ല. മുഴുവൻ മൊഴികളും എല്ലാവർക്കും നൽകിയിട്ടില്ലെന്നാണ് വിവരം. ക്രൈംബ്രാഞ്ച് മേധാവി H. വെങ്കടേഷിന്റെ നേതൃത്വത്തിൽ ബുധനാഴ്ച പ്രത്യേക അന്വേഷണ സംഘം യോഗം ചേർന്നു. കമ്മിറ്റിക്ക് മുൻപാകെ സിനിമാ മേഖലയിലെ നിരവധി പേർ നൽകിയ മൊഴികൾ അന്വേഷണ സംഘം വിലയിരുത്തി. വിവിധ ഉദ്യോഗസ്ഥരാണ് ഓരോ മൊഴിയും പരിശോധിച്ചത്.